ഗൈസ്, ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ മീൻ പിടിക്കാൻ പോകുന്നത്. കട്ട്ല, റോഗോ, തിലേപ്പിയ, അങ്ങനെ പല മീനുകളുണ്ട് ഇതിലുണ്ട്. അപ്പോൾ ഈ മീനിനെ കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഒരു വർഷം പറയുമ്പോൾ 5 കിലോനും 10 കിലോനും അതിൽ കൂടുതലും കമ്മിയുള്ള മീനുകളൊക്കെ ഇതിലുണ്ടാകും. അപ്പോൾ നമുക്കത് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, കാണാം. ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ തെങ്ങിൻ്റെ ഓല എന്തിനാ ഇട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കുമ്പോൾ വല ചേർത്തുമ്പോൾ ഈ ഒരു തണൽ കിട്ടുമ്പോൾ അതിൻ്റെ അടിയിൽ നിറയെ മീനുകളൊന്നിരിക്കും. അതിനാണ് ഇതിട്ടിരിക്കുന്നത്. മീൻ പിടിക്കുന്ന കാണാനായിട്ട് നിറയെ ആളുകൾ വന്നിരിക്കുന്നു. അപ്പോൾ ഈ മീൻ വന്നിട്ട് എക്സ്പോർട്ടിങ്ങാണ്. ഇവിടെ കുളത്തിൽ വെച്ചിട്ട് കൊടുക്കുന്നില്ല. വളരെയധികം ചൂടുള്ള സമയമാണിന്ന്. അപ്പോൾ അവർ കഷ്ടപ്പാടിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 35-40 ഡിഗ്രി ചൂട്. വളരെയധികം മീനുകളൊക്കെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. മീനുകൾ ഏകദേശം വല കരയ്ക്ക് അടുത്ത് കഴിഞ്ഞു. മീനുകളൊക്കെ ചാടുകയാണ്. പക്ഷേ ചാടിപ്പോയ മീനിനെ വീണ്ടും 2-3 തവണ പിടിച്ചാലേ കിട്ടുള്ളൂ. ഇപ്പോൾ കിട്ടുന്നത് 1 ടണ്ണോളം മീൻ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കുളമുണ്ടത്. ഇത് ഈ മീൻ വിട്ടിട്ട് 1 വർഷം കറക്റ്റ് കഴിഞ്ഞു. മീൻ ഒരു 2 കിലോൻ്റെ അടുത്തുണ്ടാവും ഈ മീൻ ചാടുന്നത്. ഈ മാർച്ച് മാസത്തിൽ നല്ല ചൂടും അതുപോലെ തന്നെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെയിലിൻ്റെ ചൂടുമുണ്ട്. ആ സമയത്ത് നോക്കിയിട്ടാണ് മീനുകൾ കൂടുതൽ പിടിക്കുക. അല്ലെങ്കിൽ ചൂട് കൊണ്ടും വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മീനുകൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ ആ സമയത്തിനനുസരിച്ച് പിടിക്കണം. അപ്പോൾ 10-12 പേരുണ്ട് കേട്ടോ മീൻ പിടിക്കാൻ വലിക്കുന്നത്. ഇപ്പോൾ കരയ്ക്ക് അടുക്കാറായി. 5-6 വലയുണ്ട് ഇതിൽ. അത് ഏമ്പ് കൂട്ടിയിട്ട് കുളച്ചു. അപ്പോൾ മീൻ പിടിക്കുന്ന കാണികളാണിതല്ലേ. വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഐസും ഓക്സിജനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും. മീനുകളൊക്കെ ചാടാൻ തുടങ്ങിയല്ലേ. ഇതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലം നിറയെ മീൻ പിടിച്ച് വെള്ളം വറ്റിച്ചതിന് ശേഷം പുതിയ മീൻ വിട്ടതാണിത്. അപ്പോൾ മീൻ ഏകദേശം കരയ്ക്കെത്തി. ഒരുപാട് സമയം എടുക്കാൻ പാടില്ല. ഈ മീൻ പിടിക്കുന്ന സമയത്ത് ഈ ഓലകളൊക്കെ മാറ്റിയതിന് ശേഷം പെട്ടെന്ന് കരയ്ക്കടുത്തിലെ പറഞ്ഞ കംപ്ലീറ്റ് മീനുകളും എത്രത്തോളം ഹൈറ്റിൽ ചാടാൻ പറ്റുമോ ചാടാം. അപ്പോൾ ഈ മീൻ 2 കിലോ 3 കിലോൻ്റെ മീനൊക്കെ നല്ല സ്പീഡിൽ മുകളിലേക്ക് ചാടും. ആ സമയത്ത് നമ്മുടെ മീൻ പിടിക്കുന്ന ആളുകളുടെ മേലെയൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ, ഹൃദയത്തിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോട്ടിൽ നല്ല വലിയ അപകടങ്ങൾ പറ്റാനുണ്ട്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടും സൂക്ഷ്മതയോടുകൂടി പിടിക്കുന്നു. മുള്ളും അതുപോലെ പല ചണ്ടികളൊക്കെ കുളങ്ങളിലുണ്ടാവും. അവരുടെ വിയർപ്പിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ നല്ല മീൻ കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പോൾ മീൻ ഏകദേശം അടുക്കലായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പകുതി മീനോളം മീൻ പുറത്ത് ചാടിപ്പോവും. കാണാൻ വണ്ടി വന്ന് മീനിൻ്റെ മുതലാളി വിളിച്ചു. മീൻ കയറ്റാൻ റെഡിയായി വന്നോളേം പറഞ്ഞു. കണ്ടില്ലേ, മീനുകൾ ഒന്നായി കൂട്ടമായി. ഇപ്പോൾ അതിലുള്ളത് കട്ട്ല, റോഗു, തിലേപ്പിയാണ്. ഈ 3 ഐറ്റമാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ ഏകദേശം മീനുകളെല്ലാം ഒരുമിച്ച് കൂട്ടി. അപ്പോൾ കുറച്ചായിട്ട് അവർ വല അങ്ങനെ ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം ഈ മീൻ പെട്ടിയിലാക്കിയിട്ട് വണ്ടി കയറ്റിയിട്ട് കൊണ്ടുപോകും. എക്സ്പോർട്ടിങ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിൽ തരംതിരിക്കും. 5 കിലോൻ്റെ, 2 കിലോൻ്റെ, 1 കിലോൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ചെറിയ മീനുകളെല്ലാം ജീവനുണ്ടെങ്കിൽ വീണ്ടും കുളത്തിൽ തന്നെ വിടും അവർ. സീസണാകുമ്പോൾ അടുത്ത മഴയ്ക്ക് വേറെ മീനുകളെല്ലാം വിടും. പറഞ്ഞില്ലേ, ഇത് ഏകദേശം 2 കിലോൻ്റെ അടുത്തുണ്ട് ഈ മീൻ. അപ്പോൾ 1 ടണ്ണാണ് അവർ ഏകദേശം കണക്ക്. അപ്പോൾ അതിനനുസരിച്ചുള്ള മീൻ ഉണ്ടെന്ന് വിചാരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.